പ്ലാസ്റ്റിക്കിനെ സ്നേഹിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിനെ പുനരുപയോഗിക്കുക എന്ന ലക്ഷ്യമിട്ട് ആരംഭിച്ച ലവ് പ്ലാസ്റ്റിക് പദ്ധതി അഭിമാനപൂർവ്വം 15ാം വർഷത്തിലേക്ക്. മാതൃഭൂമിയും ഓർക്കല ഈസ്റ്റേൺ ഇന്ത്യയും കൈകോർക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സംവിധായകൻ സത്യനന്ദിക്കാടാണ് നിർവഹിച്ചത്. ജീവിതശൈലികളിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ വില്ലനായ പ്ലാസ്റ്റിക്കിനെ പ്രകൃതിക്ക് വിനയാവാതെ എങ്ങനെ പുനരുപയോഗിക്കാമെന്നതാണ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ജൈവ അജൈവ മാലിന്യം തരംതിരിച്ചുപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക വഴി നല്ലൊരു നാളെയെ കെട്ടിപ്പടുക്കുക എന്ന മഹാദൗത്യം കൂടിയാണിത്. ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് 2011 ലവ് പ്ലാസ്റ്റിക് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാതൃഭൂമിയും ഓർക്കല ഈസ്റ്റേൺ ഇന്ത്യയും കൈകോർക്കുന്ന പദ്ധതി 15ാം വർഷത്തിലെത്തി നിൽക്കുന്നുവെന്നത് അഭിമാന നേട്ടമാണ്. ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിൽ വെച്ച് മലയാളികളുടെ പ്രിയ സംവിധായകൻ സത്യനന്ദിക്കാട് നിർവഹിച്ചു. വീടുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് മാലിന്യമാണെന്ന് വിചാരിച്ച് കളയാതെ അത് നിങ്ങളുടെ സ്കൂളിൽ സംഭരിക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി നമ്മുടെ വീട്ടിൽ മാത്രം സ്ഥലങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു വീട്ടിലും കൂടി സംഘടിപ്പിക്കാൻ നോക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ശീലമായി മാറും. പദ്ധതി വലിയ വിജയം കൈവരിച്ചതായി ഓർക്കല ഈസ്റ്റേൺ ഇന്ത്യ ബിസിനസ് യൂണിറ്റ് CHRO റോയി കുളമാക്കലേനാസ് പറഞ്ഞു. Love plastic is all about a simple but powerful effort from all of you to reduce, reuse, recycle, refuse the use of plastic wherever possible. Difference that it can make to this project, it's a huge effort, and I think we are extremely happy to partner with Madhurpuri and all the schools to make this project so successful. ലവ് പ്ലാസ്റ്റിക് 2025-26 വർഷത്തിലെ ഹാൻഡ്ബുക്ക് കൊച്ചി മേയർ M. അനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. പോസ്റ്റർ പ്രകാശനം തൃക്കാക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ രാധാമണിപിള്ള നിർവഹിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പങ്കും അഭിനന്ദാർഹമാണ്. അതിനാൽ 5 ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. മാതൃഭൂമി കൊച്ചി യൂണിറ്റ് മാനേജർ ഐശ്വര്യ ദാസ്, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ S. പ്രകാശ്, ഭവൻസ് ആദർശ വിദ്യാലയ പ്രിൻസിപ്പൽ കല്യാണി ശ്രീകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കും പ്രശംസനീയമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.